ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ്. സ്റ്റാർട്ടപ്പുകൾക്ക് പലിശരഹിത ദീർഘകാല വായ്പ പ്രഖ്യാപിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മോദി ഗ്യാരണ്ടിയും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ധനമന്ത്രി. കിസാൻ പദ്ധതി വൻ വിജയമെന്ന കേന്ദ്രം. 1.8 കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ 10 വർഷങ്ങളിലായി ഇന്ത്യ സാമ്പത്തിക മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചെന്ന ധനമന്ത്രി. നിക്ഷേപ സൗഹൃദ രാജ്യമായി വളർന്നുവെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി. വീണ വിജയന് കുരുക്കുമുറുക്കി അന്വേഷണ സംഘം. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി. താന്നിത്തെരുവിൽ പശുക്കിടാവിനെ കടുവ കൊന്നു. പുൽപ്പള്ളി താഴത്തേടത്ത് ശോശാമയുടെ പശുക്കിടാവിനെയാണ് കടുവ കൊന്നത്. അധിക പലിശയിൽ വഴിമുട്ടി. KSRTC പെൻഷൻ വിതരണം വീണ്ടും അനിശ്ചിതാവസ്ഥയിൽ. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കിയെങ്കിലും പെൻഷൻ പ്രശ്നം പരിഹരിക്കാനാകാതെ KSRTC. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബംഗാളിൽ. CPM നേതാക്കൾ യാത്രയിൽ പങ്കെടുത്തേക്കും. സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കാൻ ബംഗാളിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പോരാടുമെന്ന് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം. പോലീസുകാരുടെ സഹായത്തോടെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണം. പോലീസുകാരുൾപ്പെട്ട റാക്കറ്റ് വലയിൽ. ഇന്ത്യൻ പാസ്പോർട്ട് തയ്യാറാക്കി നൽകിയത് ശ്രീലങ്ക, മ്യാൻമാർ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക്. ഗ്യാൻവാപിയിൽ ആരാധന നടത്തി ഭക്തർ. നടപടി വാരണാസി കോടതിയുടെ അനുമതിക്ക് തൊട്ടു പിന്നാലെ. വാരണാസി കോടതി വിധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം വിഭാഗങ്ങളുടെ അഭിഭാഷകൻ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.